ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം വടംവലി പ്രാക്ടീസ് ഉണ്ടായിരുന്ന അന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഫെവിൻ ചേട്ടൻ്റെ പിറന്നാൾ. അത് കാരണം ഞങ്ങൾ രാവിലെ തന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഉച്ചയാകുമ്പോഴേക്കും തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പ്രാക്ടീസിന് പോകാൻ വേണ്ടി. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നല്ല കോഴിക്കോടൻ ബിരിയാണിയാണ് കേട്ടോ. ഞങ്ങളുടെ കുക്കിങ്ങിൽ മെയിൻ എന്ന് പറയുന്നത് റോസിയേച്ചും ജോഷി ചേട്ടനായിരുന്നു. ഇവരാണ് കേട്ടോ ചിക്കൻ കറി ആൻഡ് ബിരിയാണി മെയിനായിട്ട് സെറ്റാക്കിയത്. ഞങ്ങൾ സൈഡിൽ ചെറിയ ചെറിയ പരിപാടി, തൊലി പൊളിക്കുക, അരിയുക, അതേപോലെ സലാഡ് റെഡിയാക്കുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത്. പിന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ലിവർ റോസ്റ്റ് ചെയ്തതും അതുപോലെ ബ്രെഡൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോയിട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് നേരം പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് മുറിച്ചത് ആഘോഷിച്ചതൊക്കെ. കേക്ക് പിന്നെ മുറിച്ച് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ കേക്കിന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി നമ്മൾ ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബിരിയാണി വീട്ടിലെത്തി ദമ്മൊക്കെ പൊട്ടിച്ചെടുത്ത് സെർവ് ചെയ്യാൻ തന്നെ ഞങ്ങൾ വേറെ സ്റ്റൈലിലായിരുന്നു. ബൗളിലൊക്കെ ഇട്ട് ഒരു കിണ്ണത്തിലൊക്കെ വെച്ച് 4 കൊട്ടൊക്കെ കൊടുത്ത് മുകളിൽ മുട്ടയൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ ബിരിയാണി സെർവ് ചെയ്തത്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ബിരിയാണിയാണെന്ന്. ടേസ്റ്റ് ഇതിനും രസമായിരുന്നു കേട്ടോ, എന്ന് പറയാനില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്ത് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ.